ക്രൂശ് കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ തുടർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുൻപായി സങ്കീർത്തനിൽ നിന്ന് ചില ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ രാജാതിരാജാവിനെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനിൽ നാം മനസ്സിലാക്കി, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ ഗുണം എന്നാണെന്നറിയാമോ? അതിന്റെ അവസാന ഭാഗം പറയുകയാണ്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, ദൈവം പറയാണ്, അവിടെയാണ് ഞാൻ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വിസ അടിക്കണമെങ്കിൽ നാം ഇമിഗ്രേഷൻ ഓഫീസിൽ പോകും അല്ലേ? അവിടെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് വിസ അടിക്കാൻ നിയമിച്ചിരിക്കുന്നത്. അതിനു പകരം നാം വേറെ എവിടെയെങ്കിലും പോയാൽ വിസ അടിക്കൽ നടക്കില്ല. എവിടെ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത്, അവിടെയാണ് ദൈവം അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പിശാചിന്റെ മെയിൻ തന്ത്രം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് തന്ത്രം. എന്താ ബ്രിട്ടീഷ് തന്ത്രം? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഭിന്നിപ്പിച്ച് ഭരിച്ചാൽ ഈ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റിയാൽ, എവിടെയാണോ ദൈവം അനുഗ്രഹവും ജീവനും കൽപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും വലിച്ചു മാറ്റിയാൽ പിന്നെ ഇവനത് ലഭിക്കുകയില്ല. നമ്മൾ ഈ കൂരയ്ക്ക് കീഴിലായിരിക്കുമ്പോൾ മഴയിൽ നിന്ന് വെയിലിൽ നിന്ന് എല്ലാം പ്രൊട്ടക്റ്റഡാ. പക്ഷെ ഇവിടെ നിന്ന് മാറി വെളിയിൽ നിന്നാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് അല്ല. എപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കാതിരിക്കുന്നുവോ അന്ന് നാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലല്ല. പിശാച് നമ്മുടെ ഉള്ളിലുള്ള ജഡത്തിന്റെ ചിന്തകൾ തന്നെ ഉപയോഗിച്ച് നമ്മളെ വലിച്ചു മാറ്റി അനുഗ്രഹത്തിന്റെ വെളിയിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. പ്രിയരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഇത്രയും അധികം ജനങ്ങൾക്ക് സലാലയിൽ നിന്ന്, അതോടൊപ്പം തന്നെ അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, റാസൽ കൈമയിൽ നിന്ന്, മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് ഇത്രയധികം ജനത്തെ സ്വർഗത്തിലെ ദൈവയുടെ കൂട്ടി വരുത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് ഒരേ ഒരു ലീഡറെ ഉള്ളൂ. നമ്മളാരും ലീഡർമാരല്ല, ദൈവം നമ്മളെ കാര്യസ്ഥന്മാരാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴാ സഹോദരന്മാർക്ക് ഒത്തൊരുമിച്ച് വസിക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി 11 പറയുകയാണ്, മനുഷ്യർ ബാബേൽ ഗോപുരം ഉണ്ടാക്കാൻ പോവുകയാണ്. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവർക്ക് ഒരു ഭാഷ, they have one language and one speech. ദൈവം പറയുകയാണ്, ജനം ഒന്ന്, അവരുടെ ഭാഷയും ഒന്ന്, അവർ നിരൂപിക്കുന്നത് ഒന്നും അവർക്ക് അസാധ്യമായിരിക്കുകയില്ല. സ്തോത്രം. ഇതാര് പറയുന്നതാ? മനുഷ്യൻ പറയല്ല, ദൈവം പറയുന്ന കാര്യമാണ്. സ്തോത്രം. പിശാചിന് നന്നായിട്ട് അറിയാം, ദൈവജനം ഒന്നായി നിന്നാൽ, ആമേൻ, ക്രിസ്തുവിന്റെ ഇഷ്ടം, നമ്മളുടെ ലീഡറിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ സംഭവിച്ചിരിക്കും. എന്നാൽ ദൈവജനത്തിന്റെ ഉള്ളിലുള്ള ജഡ സ്വഭാവം ഉപയോഗിച്ച് പിശാച് ദൈവജനത്തെ ഭിന്നിപ്പിച്ച് ഇവരെ നൂൽപരിവമാക്കി ഇവരെ കൊണ്ട് ദൈവഹിതം ഇവിടെ ചെയ്യിപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം സകലതും ചെയ്തിരിക്കുകയാണ്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വിഷനെല്ലാം താഴെയിട്ട്, സ്തോത്രം, ആമേൻ. നിങ്ങൾക്കറിയാമോ, ഒരു മാനേജറിനും സ്വന്തമായി വിഷൻ ഇല്ല, ഒരു കാര്യസ്ഥനും സ്വന്തമായി വിഷൻ ഇല്ല. സ്വന്തമായി എന്ന ഒരു മാനേജർക്ക് വിഷൻ ഉണ്ടാകുന്നുവോ അന്ന് ആ സഭ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ പൊളിയും. ആമേൻ. ഇന്ന് ഇത്രത്തോളം പൊളിയുവാൻ കാരണം നമുക്കല്ല സ്വന്തമായ വിഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ പറയാ, എന്താ ഷാജി ബ്രദർ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് സ്വന്തമായി വിഷൻ വേണമെന്നാണല്ലോ. ഈ തിരുവചനത്തിൽ സ്വന്തമായി നമുക്ക് വിഷൻ ഇല്ല. കാരണം നമ്മൾ കാര്യസ്ഥന്മാരാണ്. നമുക്ക് ലീഡർക്കൊരു വിഷൻ ഉണ്ട്. ആ ലീഡറിന്റെ വിഷനാണ് ഇന്ന് മാനേജർമാരായ നമ്മുടെ വിഷനായി തീരേണ്ടത്. ആമേൻ. നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണല്ലോ. ആ സ്ഥാപനത്തിന് ഡയറക്ടറിന് ഒരു വിഷൻ ഉണ്ട്. ഡയറക്ടർ എന്ത് ചെയ്യും? മാനേജറെ സെലക്ട് ചെയ്തിട്ട് തന്റെ വിഷൻ അവരെ അറിയിക്കും.
ആമേൻ. തന്റെ വിഷൻ അവരെ അറിയിക്കും. തുടർന്ന് മാനേജർക്ക് സ്വന്തമായി വിഷൻ ഇല്ല, പക്ഷെ വിഷൻ ഉണ്ട് താനും. ആരുടെ വിഷൻ? ലീഡറുടെ വിഷൻ. ആമേൻ. എന്നാണോ മാനേജർക്ക് സ്വന്തമായൊരു വിഷൻ വരുന്നത്, അന്ന് ആ സ്ഥാപനം തകർന്നിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മാനേജർക്ക് ലീഡറുടെ വിഷൻ ആയിരിക്കണം. നമ്മളുടെ ലീഡർ ആരാ? കർത്താവ് യേശു. യേശുവിന്റെ ഇഷ്ടം ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കി ഈ നാളുകളിൽ ആ ഹൃദയത്തിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ നമ്മുടെ വിഷനായി എടുത്തുകൊണ്ട് അത് ഈ ഭൂമിയിൽ നാം ചെയ്യുന്നുവെങ്കിൽ ഈ സഭ ഇതുപോലെ പൊളരത്തില്ല. ആമേൻ, ആമേൻ. പ്രിയരെ, മാനേജർ ലീഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണോ അവനെ ഏൽപ്പിച്ചത് അതിനെ മാനേജ് ചെയ്യുകയാണ്. പക്ഷെ ലീഡർ അങ്ങനെയല്ല. ലീഡർ അതിനെ വളർത്തുകയാണ്. ലീഡർ മാനേജ് ചെയ്യുന്നു, തുടർന്ന് അതിനെ വളർത്തുന്നു. സ്തോത്ര. പൗലോസ് കാര്യസ്ഥനാണ്, അപ്പോലോസ് കാര്യസ്ഥനാണ്, എന്നാൽ യേശു കർത്താവ് ലീഡറാണ്. നമ്മളെ ഓരോരുത്തരെയും ഈ ക്രിസ്തീയ സഭയിൽ ദൈവം കാര്യസ്ഥന്മാരായി മാനേജറായിട്ട് വെച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പൗലോസ് നട്ടു, അപ്പോലോസ് നനച്ചു. വളർത്താൻ പറ്റിയില്ല. അവര് മാനേജ് ചെയ്തു. വളരുമാറാക്കുന്ന ലീഡറാണ്. സ്തോത്ര. വളരുമാറാക്കുന്നത് ഡയറക്ടറാണ്. അതാണ് കർത്താവ് യേശു. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു വിഷൻ ഉണ്ടാകണം. ആ വിഷൻ നമ്മുടെ സ്വന്തം വിഷൻ ആയിരിക്കരുത്. സ്തോത്ര. നമ്മുടെ സ്വന്തം വിഷനാണ്. ആ ഉൽപ്പത്തി 11 അധ്യായത്തിൽ പറയാ, വരിക നമുക്ക് പണിയാം. ആർക്ക്? ദൈവം പണിയല്ല, നമുക്ക് പണിയാം. എന്നിട്ട് നമുക്കൊരു പട്ടണം പണിത് ആകാശത്തോളം എത്തുന്ന പട്ടണം, നമുക്കൊരു പേരുണ്ടാക്കാം. ABC ചർച്ച്, BBC ഇന്റർനാഷണൽ. അതിനല്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഇഷ്ടം നാം മനസ്സിലാക്കി പ്രവർത്തിക്കാനാ. ഇന്ന് സഭകളോട് ചോദിക്കുമ്പോൾ പലയിടത്തും കർത്താവിനെ അയക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താ ക്രിസ്തുവിന്റെ ഇഷ്ടം? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? അവർ സൈലന്റ് ആയി, ദൈവദാസന്മാരടക്കം വാ പൊത്തിയിരിക്കും. ദർശനമില്ലാതെ പോവുക. ദർശനമുണ്ടോ? ഉണ്ട്. ഏത് ദർശനം? സ്വന്തം ദർശനം. ഇന്ന് സ്വന്തം ദർശനമല്ല സഭയ്ക്ക് വേണ്ടത്. സഭയിലെ ഓരോ വ്യക്തിക്കും, ഓരോ ദൈവദാസനും, ഓരോ വിശ്വാസിക്കും ഇവർക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ ദർശനം ഇന്ന് നാം പ്രാപിച്ചിരിക്കണം. ആമേൻ. അതനുസരിച്ച് നാം മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ പ്രിയരെ, ഇന്ന് പിശാച് ഈ 2007 സമയത്തെ കണക്ക് നോക്കിയാൽ ക്രിസ്തീയ സഭയെ 33,000-ത്തിലധികം ഡിനോമിനേഷൻ ആക്കി അവൻ മുറിച്ചു കളഞ്ഞു. ആമേൻ. ആര് സമ്മതിച്ചു? നമ്മൾ സമ്മതിച്ചു. എന്നാൽ സാത്താന്റെ ചർച്ച ഒറ്റ ഡിനോമിനേഷൻ നിൽക്കുകയാ. എന്നാൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത് മനസ്സിലാക്കുക. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? എന്താ ക്രിസ്തുവിന്റെ ഇഷ്ടം? ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. ആമേൻ. അവസാനം 1 Corinthians 15:24 പറയുകയാണ്, അവസാനം എന്ത് ചെയ്യും? രാജ്യം കർത്താവ് പിതാവിന്റെ കയ്യിൽ തിരിച്ച് ഏൽപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതിന് ചേർന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും. ആമേൻ. ആരാണ് ഈ പിശാചിനെ ഈ പ്ലാനറ്റിലേക്ക് കൊണ്ടുവന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആരാ ഇവിടെ കൊണ്ടുവന്ന? അവനെ മനുഷ്യനാ കൊണ്ടുവന്ന. മനുഷ്യ, നീ കൊണ്ടെന്നെങ്കിൽ ഇനി നീ തന്നെ വേണം അവൻ ഇവിടുന്ന് മാറ്റാൻ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. ആമേൻ. നമ്മൾ കേട്ട സുവിശേഷങ്ങൾ മുഴുവൻ ഞാൻ കേട്ടത് ഞാൻ പറയാം. ഒരിടത്ത് ചെന്നപ്പോൾ ദൈവരാജ്യം ക്രിസ്തുവിന്റെ ഹൃദയം പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ പറയാം, ഇതൊന്നുമല്ല ബ്രദറെ ഇവിടെ വേണ്ടേ, ജനത്തെ അങ്ങ് സന്തോഷിപ്പിച്ച് അയക്കുന്നേ. ജനത്തെ സന്തോഷിച്ച സിനിമാ തിയേറ്ററോ? ഇവിടെ ജനത്തിന്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്, ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ള ജനവും സന്തോഷിക്കുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് എന്നോട് പറയാനുള്ളത്, നമുക്ക് ഒരു നേതാവുണ്ട്, യേശു കർത്താവ്. യേശു കർത്താവിന് ഒരു വിഷൻ ഉണ്ട്. അതായിരിക്കണം എന്റെയും നിങ്ങളുടെയും വിഷൻ. ആമേൻ, ഹല്ലേലൂയ. ആ രാജാവിനെ കർത്താവിനെ അപ്പാ ഇതാ ഞാനുണ്ട് അങ്ങയോട് കൂടെ. ദൈവത്തിന്റെ പേര് ഫിലിപ്പിയർ 2:21 പറയാ, എല്ലാവർക്കും സ്വന്തം കാര്യം മതി, ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ ആരുമില്ല. ആരുണ്ട് ക്രിസ്തുവിന്റെ കാര്യം നോക്കാൻ ഈ കൂട്ടത്തിൽ? ആമേൻ. എന്റെ കാര്യം, എന്റെ വിടുതൽ, എന്റെ പ്രൊമോഷൻ, എന്റെ ജോലി, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുഞ്ഞ്, ഇതൊക്കെ എന്റെ ആകുന്നതിന് മുമ്പ് ഇത് വേറൊരാളുടെ ആയിരുന്നു. കർത്താവ് യേശുവിന്റെ.
നമ്മളെക്കാൾ അധികം നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് കർത്താവിന്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന ആ മനസ്സോടുകൂടെ താഴ്മയോടെ ഇന്ന് രാജാതി രാജാവിനെ നാം ആരാധിക്കാൻ പോവുകയാ. രാജാതി രാജാവിനെ നാം സ്തുതിക്കാൻ പോവുകയാ. അപ്പാ, എന്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിതം. എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് ഏതാനും ചില വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഏതാനും ചില വർഷങ്ങൾ ഞാൻ എന്റെ കർത്താവിന് കൊടുത്ത നിത്യത മുഴുവൻ, നിത്യത മുഴുവൻ, നിത്യത മുഴുവൻ, നിത്യത മുഴുവൻ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്ക്. നീ ഒന്നുകൊണ്ട് 10 നേടിയെങ്കിൽ നീ 10 പട്ടണങ്ങളെ ഭരിച്ചുകൊള്ളൂ എന്ന ആ മഹാഭാഗ്യ പദവിയിലേക്ക് ഞാൻ നിങ്ങൾ കയറാൻ പോവുകയാണ്. ഈ രാജാവ് ഇന്നിവിടെ ഉണ്ട്. രാജാവ് എവിടെയുണ്ടോ അവിടെ രാജകോലാഹലമുണ്ട്. അവിടെ ദൈവജനം ആരും പറഞ്ഞിട്ടല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. എന്റെ രാജാവുണ്ട്. ഞാൻ രാജാവിനെ സ്തുതിച്ചിരിക്കും, രാജാവിനെ ആരാധിച്ചിരിക്കും, രാജാവിനെ നന്ദി പറഞ്ഞിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.